നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അവിശ്വാസത്തെ അതിജീവിച്ച് ബത്തേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. നഗരസഭാ ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തിയത് CPM, RSS, കേരള കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് UDF ആരോപണം പരാജയപ്പെട്ടതിന്റെ ജാല്യം മറയ്ക്കാനെന്ന് നഗരസഭാ ഭരണസമിതി. തെരഞ്ഞെടുപ്പിന് മുമ്പ് നഗരസഭയ്ക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ. കത്തി അമർന്ന് കാനനങ്ങൾ. വയനാട് വന്യജീവി സങ്കേതത്തിലെ തീ അണയുന്നില്ല. ഹെക്ടർ കണക്കിന് വനഭൂമി കത്തി നശിച്ചു. തിരുനെല്ലി ആലത്തൂർ എസ്റ്റേറ്റിൽ മരം മുറിക്കാനുള്ള അനുമതി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ തള്ളി. നിയമവിരുദ്ധമായി സമർപ്പിച്ച അപേക്ഷയിൽ എസ്റ്റേറ്റ് മാനേജർക്കെതിരെ നിയമ നടപടിക്ക് റിപ്പോർട്ട്. ധീരജവാൻ വസന്തകുമാറിന് 25 ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ ആത്മഹത്യ. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ആവശ്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യ വിവരം. 4 സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഊട്ടിയിൽ നടന്നു. വിശദാംശങ്ങളിലേക്ക്. അവിശ്വാസത്തെ അതിജീവിച്ച് ബത്തേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 35 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 18 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതോടെയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. LDF പിന്തുണയോടെ ബത്തേരി നഗരസഭ ഭരിക്കുന്ന ചെയർമാൻ കേരള കോൺഗ്രസിലെ TL സാബുവിനെതിരെയും വൈസ് ചെയർപേഴ്സൺ ജിഷ ഷാജിക്കെതിരെയും UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പരാജയപ്പെട്ടത്. ഇന്ന് രാവിലെ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ LDFിലെ 16 അംഗങ്ങളും കേരള കോൺഗ്രസിലെ ഒരംഗവും UDFിന്റെ 17 അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ LDF അംഗങ്ങളും കേരള കോൺഗ്രസ് അംഗവും വിട്ടുനിന്നു. ഏക BJP അംഗം യോഗത്തിനെത്തിയില്ല. ഇതോടെ പ്രമേയത്തിന് അനുകൂലമായി 17 പേർ വോട്ട് ചെയ്തു. എന്നാൽ 35 അംഗ ഭരണസമിതിയിൽ 18 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് അവിശ്വാസം പരാജയപ്പെട്ടത്. BJPയുമായി UDF ഉണ്ടാക്കിയ കൂട്ടുകെട്ട് പൊളിഞ്ഞതാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണമെന്ന് ചെയർമാൻ TL സാബു പറഞ്ഞു. LDFുമായിട്ടോ കേരള കോൺഗ്രസുമായിട്ടോ BJPക്ക് യാതൊരുവിധ അലയൻസും ഇല്ല. UDF ആണ് അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രമിച്ചത്. അവർ അവിശ്വാസ പ്രമേയം വിജയിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ്. ഇന്നലെ പത്രപ്രവർത്തകരോട് പോലും രാത്രി വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ജയിക്കും എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളാണ്. എന്നിട്ട് രാവിലെ മുനിസിപ്പാലിറ്റിയുടെ ഗേറ്റിൽ വന്നപ്പം BJPയുടെ പ്രവർത്തകനായ കൗൺസിലറായ അയാളെ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യാൻ വന്നപ്പം അവർ തിരിച്ച് പിടിച്ചോണ്ട് പോയി. അത് തന്നെയാണ് സത്യം. അതേസമയം CPMും BJPയും തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് അവിശ്വാസം പരാജയപ്പെടാൻ കാരണമെന്നാണ് UDF ആരോപിക്കുന്നത്. CPMും തമ്മിൽ ശക്തമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ അവിശ്വാസ പ്രമേയം ഇവിടെ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. ഇവിടെ CPMും ഡെപ്യൂട്ടി ചെയർപേഴ്സണായിട്ട് ഭരിക്കുന്നു. കേരള കോൺഗ്രസിന്റെ ആള് ഇവിടെ ചെയർമാനായി നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള കത്തി നിൽക്കുന്ന വിഷയത്തിൽ CPMനെതിരെ അവരുടെ നിലപാടുകൾക്കെതിരെ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിനെ BJP പ്രയോജനപ്പെടുത്തിയില്ല. ഇത് അണികൾ തിരിച്ചറിയണം. CPMന്റെയും BJPയുടെയും അണികൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇക്കാരണം ഉന്നയിച്ച ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സണിനെതിരെയുള്ള അവിശ്വാസ ചർച്ചയിൽ നിന്നും UDFും വിട്ടുനിന്നു. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. ബത്തേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസം CPM, RSS, കേരള കോൺഗ്രസ് എമ്മും ചേർന്ന് പരാജയപ്പെടുത്തിയെന്ന് UDF കൗൺസിലർമാർ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സണെതിരെ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ച ഇവരുടെ അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച UDF ബഹിഷ്കരിച്ചതായും അംഗങ്ങൾ പറഞ്ഞു. BJP കൗൺസിലർ വോട്ട് ചെയ്യാനെത്തിയെങ്കിലും CPM, BJP നേതാക്കളും കൂടി MK സാബുവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. UDF കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ചെയർമാനും എതിരെയും ഡെപ്യൂട്ടി ചെയർപേഴ്സണെതിരെയാണ് നോട്ടീസ് നൽകിയത്. ആ അവിശ്വാസ പ്രമേയത്തെ BJPയെ കൂട്ടുപിടിച്ച് CPM പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാവിലെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കൗൺസിലർ വോട്ട് ചെയ്യാൻ വന്നെങ്കിലും CPMന്റെ നേതാക്കന്മാരും BJPയുടെ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് MK സാബുവിനെ കാറിൽ
തട്ടിക്കൊണ്ടുപോയി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ CPM BJP കൂട്ടുകെട്ടിൻ്റെ ഒരു പുതിയ ഉദാഹരണം കൂടെ ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. BJP കൗൺസിലറെ ഒപ്പം കൂട്ടി നഗര ഭരണം പിടിച്ചെടുക്കാനുള്ള UDFന്റെ ശ്രമം പരാജയപ്പെട്ടതായി നഗരസഭാ ഭരണസമിതി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJP കൗൺസിലറെ പ്രലോഭിപ്പിച്ച് ഒപ്പം നിർത്തി ഭരണത്തിൽ കയറിക്കൂടാനുള്ള ശ്രമമാണ് BJP നേതാക്കൾ തന്നെ പരാജയപ്പെടുത്തിയതെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. അവിശ്വാസം പരാജയപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാനാണ് UDF വില കുറഞ്ഞ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. സുൽത്താൻ ബത്തേരി നഗരസഭയിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. പരാജയപ്പെടാനുള്ള ഒരു കാരണം നമുക്കറിയാം, 17-17 പ്ലസ് BJP. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി BJPയിൽ നിന്നും ജയിച്ചു വന്ന കൗൺസിലർ ശ്രീ സാബു എന്ന് പറയുന്ന കൗൺസിലറെ BJPയിൽ നിന്നും അടർത്തിയെടുത്ത് UDFന്റെ ഭാഗമാക്കി മാറ്റി അങ്ങനെ അവിശ്വാസത്തിൽ ജയിച്ചു വരാമെന്നായിരുന്നു UDF നേതൃത്വം, ലീഗും കോൺഗ്രസും കരുതിയത്. എന്നാൽ BJPയുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അവരുടെ കൗൺസിലറെ തട്ടിയെടുക്കാനുള്ള ശ്രമം BJP നേതൃത്വം പരാജയപ്പെടുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് സംഭവിച്ചത്. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് തൊട്ടുമുൻപ് നഗരസഭാ പരിസരത്ത് നടന്നത് നാടകീയ രംഗങ്ങൾ. BJP നൽകിയ വിപ്പ് ലംഘിച്ച് അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ BJP അംഗം MK സാബുവിനെ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ വെച്ച് BJP നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോയി. മറ്റെല്ലാ അംഗങ്ങളും ഇന്ന് രാവിലെ 9 മണിയോടെ നഗരസഭാ ഹാളിൽ എത്തിയിരുന്നു. എന്നാൽ BJP അംഗം ഈ സമയം ഹാളിൽ ഹാജരായിരുന്നില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് നഗരസഭാ ഓഫീസിന് മുന്നിൽ BJP അംഗം കാറിലെത്തുന്നത്. ഈ സമയം ഇവിടെ കാത്തിരുന്ന BJP പ്രവർത്തകർ BJP അംഗം MK സാബുവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. ബത്തേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടതിൽ LDF ബത്തേരി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വയനാട് വന്യജീവി സങ്കേതത്തിൽ വീണ്ടും തീപിടുത്തം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും കുറിച്യാട് റേഞ്ചിൽപ്പെടുന്ന പൂവഞ്ചി വനത്തിൽ തീ പടർന്നത്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം തീ പടർന്ന പാറക്കൊല്ലി ഭാഗത്തും തീ പടർന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ കനത്ത ജാഗ്രതയിലാണ് വനം വകുപ്പ്. 2 ദിവസമായി തുടരുന്ന തീപിടുത്തത്തിൽ 40 ഹെക്ടർ വനഭൂമിയാണ് കത്തി നശിച്ചത്. വയനാട് വന്യജീവി സങ്കേതത്തിന് ഭീഷണിയായി മാറിയ തീപിടുത്തം 3ാം ദിവസവും തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും വനത്തിൽ തീ പടർന്നു. കുറിച്യാട് റേഞ്ചിൽപ്പെട്ട വടക്കനാട് മേഖലയിലെ പൂവഞ്ചി, കാളിമല എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം തീപടർന്ന താത്തൂർ വനമേഖലയിലും പാറക്കൊല്ലി ഭാഗത്തും തീ പടർന്നു. 3 ദിവസമായി പടർന്നു പിടിച്ച തീയിൽ ഇതുവരെ 40 ഹെക്ടർ വനഭൂമിയാണ് കത്തി നശിച്ചത്. ഇതിൽ അടിക്കാടുകളും പുൽവർഗ്ഗങ്ങളും മരങ്ങളും പെടും. ഉരകവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ചെറിയ ജന്തുവർഗ്ഗങ്ങൾക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. തീ മനുഷ്യനിർമ്മിതമാണെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇതിന് തെളിവായി ഇന്ന് രാവിലെ 11 മണിക്ക് കുറിച്യാട് റേഞ്ച് ഓഫീസിലേക്കും ഇന്നും തീപിടുത്തത്തിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കോൾ വന്നിട്ടുണ്ടായതായി റേഞ്ചർ പറഞ്ഞു. സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വേനൽ കനത്തു. ജില്ലയിൽ വിവിധയിടങ്ങളിൽ കാട്ടുതീ വ്യാപകമാകുന്നു. ബാണാസുരമലയിൽ വാളാരം കുന്ന്, നരിപ്പാറ, കാപ്പിക്കളം പ്രദേശത്തുള്ള വനഭാഗത്തെ ഉൾക്കാടുകളിലാണ് കഴിഞ്ഞ ദിവസം തീപിടിച്ചത്. രാത്രി 7 മണി മുതൽ കത്തി തുടങ്ങിയ തീ ഇതുവരെയും പൂർണ്ണമായി അണഞ്ഞില്ല. 1000 ഏക്കറോളം അടിക്കാടുകൾ കത്തി നശിച്ചതായാണ് പ്രാഥമിക വിവരം. ഫയർ വാച്ചർമാരുടെ അനാസ്ഥയാണ് തീപിടുത്തത്തിന് കാരണമെന്ന ആക്ഷേപം. ബാണാസുരമലയിൽ തീപിടുത്തമുണ്ടായത് മലയിലെ ഉറവകളും നീർച്ചാലുകളും വറ്റാൻ കാരണമായേക്കും. കഴിഞ്ഞ ദിവസം രാത്രി തേറ്റമല പാരിസൺ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനഭാഗത്തും തീപിടിച്ചിരുന്നു. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. ബാണാസുരമല ഇന്നലെ വൈകുന്നേരം 6:30 മുതൽ 6-7 മണി മുതൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാ വർഷവും ബാണാസുരമല കത്തുന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം കുറച്ചധികമായിട്ട് കത്തിയിട്ടുണ്ട്. കാരണം ഫോറസ്റ്റ് അധികാരികളോ വേണ്ടപ്പെട്ട ആൾക്കാരോ ഇത് വേണ്ട രീതിയിൽ നോക്കുകയോ നടപടി എടുക്കുകയോ ചെയ്യുന്നില്ല. കാരണം പിന്നെയും ഇന്നും ഈ സമയത്തും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്, മല കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികൾ വളരെ പരിഭ്രാന്തരായിട്ട് ഇരിക്കുകയാണ്. തിരുനെല്ലി ആലത്തൂർ എസ്റ്റേറ്റിലെ മരം മുറിക്കാനുള്ള അനുമതി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് തള്ളി. നിയമവിരുദ്ധമായി സമർപ്പിച്ച അപേക്ഷയിൽ എസ്റ്റേറ്റ് മാനേജർക്കെതിരെ നിയമ നടപടിക്കും റിപ്പോർട്ട്. കാട്ടുകുളത്ത് അവകാശമില്ലാത്ത ആലത്തൂരിലെ 250 ഏക്കർ കാപ്പിത്തോട്ടത്തിലെ കോടിക്കണക്കിന് രൂപയുടെ മരം മുറിക്കാനുള്ള എസ്റ്റേറ്റ് മാനേജിംഗ് ഡയറക്ടറുടെ അപേക്ഷയാണ് തള്ളിയത്. കേരളം അന്യനിൽപ്പും കണ്ടുകെട്ടലും നിയമം 1954 ആക്ട് പ്രകാരം ആലത്തൂർ പ്ലാന്റേഷൻ എസ്റ്റേറ്റ് ഭൂമിയായി
ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് നോർത്ത് വയനാട് വനം ഡിവിഷൻ റേഞ്ച് ഓഫീസർ ഇത് നിരാകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി അപേക്ഷ നൽകിയതിനാൽ മാനേജിംഗ് ഡയറക്ടർ ഹരീഷ് പുനച്ചയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മാനന്തവാടി തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സർവേ നമ്പർ 349, 339, 348 1B, 454, 335, 334 എന്നിങ്ങനെ 220 ഏക്കർ ഭൂമിയാണ് ആലത്തൂർ എസ്റ്റേറ്റിലുള്ളത്. വിദേശ പൗരനായ ജൂബർട്ട് വാണിംഗൺ 2013 മൈസൂരിലെ സ്വന്തം ബംഗ്ലാവിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ദത്തുപുത്രനായ മൈക്കിൾ ഈശ്വറിനെതിരെ സുപ്രീംകോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും ഇപ്പോൾ കർണാടക CI വിഭാഗം ഇത് അന്വേഷിച്ചും വരികയാണ്. എന്നാൽ ആലത്തൂർ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ എല്ലാ നടപടിയും പൂർത്തിയായിട്ടും സംഭവം സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ഈ ആലത്തൂർ എസ്റ്റേറ്റ് ഏറ്റെടുക്കണം എന്ന ഒരു ഉത്തരവിറക്കിയിട്ട് പല രീതിയിലുള്ള അട്ടിമറികളും അതുപോലെ തന്നെ കേസുകളുമായി ഇത് മുന്നോട്ട് പോകുന്നതിനിടയെ ആലത്തൂർ എസ്റ്റേറ്റിലെ മാനേജർ ഇത്തരം രീതിയിലൊരു അപേക്ഷ സമർപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബികളുടെ അട്ടിമറി ശ്രമങ്ങളും അതുപോലെ തന്നെ കടുത്ത നിരുത്സാഹകരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അഴിമതി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ആലത്തൂർ എസ്റ്റേറ്റ് ഈ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത്. പക്ഷേ അതിനകത്ത് ഒരുപാട് അട്ടിമറികൾ വീണ്ടും നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കടലാസ്. കാട്ടുകുളത്തെ വിവരാവകാശ പ്രവർത്തകൻ ബെന്നി വർഗീസ് നൽകിയ വിവരാവകാശ രേഖയിലാണ് റിപ്പോർട്ട് പുറത്തായത്. ഇതിനു മുൻപ് കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ അധികൃതരുടെ ഒത്താശയിൽ കോടിക്കണക്കിന് രൂപയുടെ ഈട്ടിമരങ്ങളാണ് ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയിട്ടുള്ളത്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട CRPF ജവാൻ വസന്തകുമാറിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചത്. നേരത്തെ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു മരിച്ച ഹവിൽദാർ VV വസന്തകുമാറിന്റെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിൽ വസന്തകുമാറിന്റെ ഭാര്യയ്ക്ക് താൽപ്പര്യമില്ലെങ്കിൽ SI തസ്തികയിൽ നിയമനം നൽകുമെന്ന് അറിയിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെടും. വീട്ടിലേക്കുള്ള വഴി, ഭവനം എന്നീ വിഷയങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. SI തസ്തികയിൽ നിയമനം വേണമോ എന്ന് ഉടൻ അറിയിക്കാനും ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ 14-നായിരുന്നു രാജ്യത്തെ നടുക്കിയ ആക്രമണം ഉണ്ടായത്. പുൽവാമയിൽ വെച്ച CRPF സംഘം സഞ്ചരിച്ച വാഹനത്തിനു നേരെ 3:30-യോടെയാണ് ആക്രമണമുണ്ടായത്. 350ഓളം കിലോഗ്രാം സ്ഫോടന വസ്തു നിറച്ച വാഹനം സൈന്യത്തിന്റെ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിൽ ഇരുവാഹനങ്ങളും പൂർണ്ണമായും കത്തിയമർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ മരണം ലോക്കൽ പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തലപ്പുഴ തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ ആത്മഹത്യ ചെയ്തിട്ട് 82 ദിവസം പിന്നിട്ടിട്ടും പോലീസ് നടപടി പ്രഹസനമായി തുടരുകയാണ്. കേസിലെ പ്രധാന പ്രതികളായ മുൻ ബാങ്ക് പ്രസിഡന്റ് P. വാസുവിനെയും സെക്രട്ടറി നസീമയെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ശ്രീ അനിൽകുമാർ ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് 82 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ കേസിൻ്റെ അന്വേഷണം ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന കർമ്മസമിതിയുടെ പഴയ നിലപാടിനെ കൂടുതൽ ബലം നൽകുന്ന സാഹചര്യങ്ങളാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഉണ്ടാകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യ വിവരം. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 4 സംസ്ഥാനത്തെ DGP-മാരുടെ യോഗം ഊട്ടിയിൽ ചേർന്നു. മാവോയിസ്റ്റ് ആക്രമണമുണ്ടാകുമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് 4 സംസ്ഥാന DGP-മാരുടെ യോഗം ഊട്ടിയിൽ നടന്നു. കേരള, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ DGP-മാരുടെ യോഗമാണ് ഊട്ടിയിൽ ഇന്ന് നടന്നത്. മാവോയിസ്റ്റുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് DGP-മാരുടെ യോഗം ചേർന്നത്. നീലഗിരിയിലെ മഞ്ചൂർ, മുള്ളി, ഗൂഡല്ലൂർ, നാടുകാണി തുടങ്ങിയ പ്രദേശങ്ങളിലും വയനാട്ടിലും മാവോയിസ്റ്റുകൾ സംഘം ചേരുന്നുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഊട്ടിയിലെ തമിഴക ബംഗ്ലാവിൽ ചേർന്ന യോഗത്തിൽ തമിഴ്നാട് DGP TK രാജേന്ദ്രൻ, കേരള DGP ലോക്നാഥ് ബെഹ്റ, പോണ്ടിച്ചേരി DGP സുന്ദരി നന്ന തുടങ്ങി 28 IAS IPS ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വയനാട് വിഷൻ, ചീരാൽ. മീനങ്ങാടി കൃഷ്ണഗിരിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. പാതിരിപ്പാലം മുണ്ടനടപ്പ് നൌഷാദാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ബൈക്കും കർണാടക KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കൃഷ്ണഗിരി സ്റ്റാർ കേബിൾ നെറ്റ്വർക്കിലെ ജീവനക്കാരനാണ് മരിച്ച നൌഷാദ്. തോട്ടം തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരണം ഫെബ്രുവരി 22 മുതൽ നടപ്പാക്കി തുടങ്ങിയെങ്കിലും തേയില നുള്ളുന്ന തൊഴിലാളികളുടെ നിത്യവരുമാനത്തിൽ വൻ ഇടിവെന്ന് സൂചന. പച്ചത്തേയില ഉൽപ്പാദനക്കുറവാണ് തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്നത്.
സൂര്യാഘാത ഭീഷണി നിലനിൽക്കുന്നതിനാൽ തോട്ടം തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഫെബ്രുവരി 22 മുതൽ മേപ്പാടി മേഖലയിൽ തോട്ടങ്ങളിൽ ജോലി സമയത്തിൽ പുനഃക്രമീകരണം ഏർപ്പെടുത്തിയത്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി 1:30 വരെയൊക്കെയായി ജോലി സമയം നിജപ്പെടുത്തിയിരിക്കുകയാണ്. തൊഴിലിടങ്ങളിൽ കുടിക്കാൻ ശുദ്ധജലം ആവശ്യത്തിന് ലഭ്യമാക്കണമെന്ന നിർദ്ദേശം പക്ഷേ പല ഉടമകളും കണക്കിലെടുത്തിട്ടേയില്ല. 7 മണിക്കും 1 മണിക്കും ഇടയിൽ ഒരു ചായ മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകുന്നത്. കുടിക്കാനുള്ള വെള്ളം തൊഴിലാളികൾ തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വേനൽ കടുത്തതോടെ ചെടികളിൽ കൊളുന്ത് ഉൽപാദനം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മിനിമം കൂലിക്കായി 16 കിലോ ചപ്പ് എടുത്താൽ മതി. എന്നാൽ 16 കിലോ പോലും ലഭിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. കുടിക്കാൻ പറഞ്ഞു എന്നിട്ട് 10 മണിയാകുമ്പോൾ ചപ്പ് തൂക്കിയിട്ട് ഒരു അരമണിക്കൂർ അതിന് ഒരു 10 മിനിറ്റ് ചായ അടിക്കാൻ സമയം തരും. ചപ്പ് തൂക്കിയിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ 1:30 വരെ 1:30 പറഞ്ഞാൽ 1:15 കൈ വിടും. 1:30 1:45 ആകുമ്പോൾ 2 മിനിറ്റുള്ള തൂക്കി വിടാനാ പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ 2 സെറ്റ് എടുക്കുന്നത്. ഇന്നലെ മുതലാണ് ഇത് നടപ്പാക്കി. ഇന്നലെ മുതലാണ്. കുടിവെള്ളമൊക്കെ എത്തിച്ചു തരുന്നുണ്ടോ? കുടിവെള്ളം പറഞ്ഞാൽ ഒരു ചായ കമ്പനി നോക്കിയിട്ട് ഒരു ഗ്ലാസ് ചായ തരുന്നുണ്ട്. അത് തന്നെ, വേറെ വെള്ളമൊന്നും എത്തിക്കുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കുടിക്കില്ലെങ്കിൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് 16 കിലോ കഴിഞ്ഞാൽ കൂടുതൽ വരുന്ന ഓരോ കിലോ ചപ്പിനും 5 രൂപ വീതം ഇൻസെന്റീവ് നൽകുന്നുണ്ട്. എന്നാൽ 40 കിലോയ്ക്ക് മുകളിൽ വരുന്നതിന് മാത്രമേ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് ഇൻസെന്റീവിന് അർഹതയുള്ളൂ എന്നതും തങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും തൊഴിലാളികൾ പരാതിപ്പെടുന്നു. തൊഴിൽ മേഖലയിലെ വിവേചനമായിട്ടാണ് ഇതിനെ തൊഴിലാളികൾ കാണുന്നത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. ഇനി 1.5 മാസക്കാലം മുതുമല ആന വളർത്തൽ കേന്ദ്രത്തിലെ ആനകൾക്ക് വിശ്രമകാലം. സന്ദർശകർക്കായി ഒരുക്കിയിരുന്ന ആനസവാരിയും ഇതിന്റെ ഭാഗമായി നിർത്തിവെച്ചു. പ്രത്യേക ആരോഗ്യ പരിപാലനം ഈ കാലത്ത് ആനകൾക്ക് നൽകും. ഇന്നു മുതലാണ് മുതുമലയിലെ 24 ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചത്. പഴങ്ങൾ, ലേഹ്യങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങി വൈവിധ്യമുള്ള ആഹാരവും ചികിത്സയും നൽകും. വേനൽ ചൂടിൽ മുതുമല വനത്തിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിയതിനാൽ ഭക്ഷ്യക്ഷാമം പരിഹരിച്ചും ചികിത്സ നൽകിയും ആനകളുടെ ആരോഗ്യം പരിപാലിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത്. ആദിവാസികളുടെ പരമ്പരാഗത നൃത്തത്തോടെ ക്ഷേത്രദർശനം നടത്തിയാണ് ആനകളുടെ വിശ്രമകാലത്തിന് തുടക്കമായത്. പൂമാലകൾ അണിയിച്ച് വാദ്യഘോഷത്തോടെ ആനകളെ വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇനിയുള്ള 48 ദിവസങ്ങൾ ഇവിടെ തുടരും. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മല്ലി സഫ, CCF ദീപക് ശ്രീവാത്സവ, ശ്രീനിവാസ റെഡ്ഡി തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ആനകളുടെ വിശ്രമകാലത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വയനാട് വിഷൻ, ചീരാൽ. തരുവണ കരിങ്ങാരി ചെമ്പൻകുനി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ 2 ദിവസമായി നടന്നുവന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും കളമെഴുത്തുപാട്ടും സമാപിച്ചു. ജില്ലയിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന കളമെഴുത്തും പാട്ടും അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൽ ഭക്ത്യാദരപൂർവ്വമാണ് എല്ലാ വർഷവും കൊണ്ടാടുന്നത്. നിറപറയെടുപ്പ്, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, തോറ്റം, ഉച്ചപ്പാട്ട് തുടങ്ങിയ ആചാരങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു. കളമെഴുത്തിന് ശേഷം കളംപാട്ട്, തിരിയൊഴിച്ചിൽ, തേങ്ങയേറ് തുടങ്ങിയവയും ക്ഷേത്രമഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു. ഇവിടെ വയനാടിനെ സംബന്ധിച്ച് 4 ക്ഷേത്രങ്ങളിൽ മാത്രമേ കളമെഴുത്തും പാട്ടും നടക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചെമ്പൻകുനി ശ്രീ വേട്ടയ്ക്കൊരു ക്ഷേത്രം. പോരൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ 70ാം വാർഷികാഘോഷം MLA OR കേൾ ഉദ്ഘാടനം ചെയ്തു. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈമ മുരളീധരൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. മികച്ച വിദ്യാർത്ഥിക്കുള്ള സമ്മാന വിതരണം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NJ ഷജിത്ത് നിർവഹിച്ചു. വിദ്യാർത്ഥികൾ സ്വരൂപിച്ച സഹപാഠിക്കൊരു കൈത്താങ് ധനസഹായ വിതരണം മെമ്പർ സിന്ധു സന്തോഷ് വിതരണം ചെയ്തു. എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയ BPO സത്യൻ മാസ്റ്ററെ ആദരിച്ചു. HM രമേശ് ഏഴോക്കാരൻ, ദിനേശ് ബാബു എന്നിവർ സംസാരിച്ചു. റിപ്പൺ സൂപ്പർ ലീഗ് ഫുട്ബോൾ RSL സീസൺ 2 തുടക്കമായി. 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ 80-ൽ പരം താരങ്ങൾ ബൂട്ടണിയും. മത്സരം യാഹിയ ഖാൻ തലക്കൽ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിന് ജൂനിയർ കേരള താരം ബോൾ തട്ടി തുടക്കം കുറിച്ചു.
മേപ്പാടി ഗ്രാമപഞ്ചായത്ത് 55 കോടിയുടെ ബജറ്റ് 54,90,41,491 രൂപ വരവും 53,58,53,980 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് 2019-2020 സാമ്പത്തിക വർഷത്തേക്ക് ഭരണസമിതി അംഗീകരിച്ചത്. ഭവന പദ്ധതികൾ, പൊതുവിദ്യാഭ്യാസം, ഗ്രാമീണ റോഡുകൾ, കായിക മേഖലയുടെ ഉന്നമനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് ബജറ്റ്. ഗ്രാമീണ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനും വിദ്യാഭ്യാസത്തിനുമെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പദ്ധതികളാണ് ലക്ഷ്യമിടുന്ന ബജറ്റാണ് ഇതെന്നും പ്രസിഡന്റ് കെ സഹദ് പറഞ്ഞു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ 4ാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട നമ്മുടെ കർഷക തൊഴിലാളികൾ, ആദിവാസികൾ, തോട്ടം മേഖല ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്രാവശ്യം പദ്ധതി പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു തോട്ടം മേഖല ജോലി ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തിഗത ആനുകൂല്യം കൊടുക്കുക എന്നല്ലാതെ പൊതുവായ ഒരു നേട്ടത്തിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ജെൻഡറുമായി ബന്ധപ്പെട്ട് തന്നെ അതിലേക്ക് 28 ലക്ഷം രൂപ ചെലവാക്കുക മാറ്റിവെക്കുകയും അവർക്ക് ജോലി സ്ഥലങ്ങളിൽ ഏറ്റവും അടിയന്തരമായിട്ടുള്ള വിശ്രമവും അതുപോലെ ബാത്റൂം, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് പുതിയൊരു പദ്ധതികൾക്ക് രൂപം നൽകാൻ സാധിച്ചിട്ടുണ്ട്. വയനാട് സീറ്റിനു വേണ്ടി അരയും തലയും മുറുക്കി കോൺഗ്രസ് നേതാക്കൾ. UDFന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സീറ്റ് ഉറപ്പാക്കാൻ വലിയ ചരടുവലികളാണ് നടക്കുന്നത്. UDFന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സീറ്റ് ഉറപ്പിക്കാനായി ചരടുവലികൾ മുറുകുകയാണ്. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ, കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖ്, മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ്, മുൻ AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവരാണ് സീറ്റിനായി പിടിമുറുക്കിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും MM ഹസനെ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് UDF കൺവീനർ സ്ഥാനം നൽകാനായിരുന്നു ധാരണ. എന്നാൽ വിഷയം AICCയുടെ പക്കലെത്തിയപ്പോൾ ബെന്നി ബെഹനാൻ കൺവീനറായി. ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ MM ഹസന വയനാട് സീറ്റ് നൽകാൻ A ഗ്രൂപ്പിൽ സമവായമുണ്ടായിരുന്നു. ഇതുപ്രകാരമാണ് വയനാട് സീറ്റിൽ MM ഹസൻ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വിവിധ പോഷക സംഘടനകളും വയനാടിൻ്റെ ജനവികാരം അറിയുന്ന വയനാട് മണ്ഡലത്തിലുള്ള ഒരാളായിരിക്കണം സ്ഥാനാർത്ഥി എന്ന നിർദ്ദേശം അനൗദ്യോഗികമായി KPCC അറിയിച്ചു. ഇത് ഹസന് വിനയാകുമോ എന്ന് കണ്ടറിയണം. ഷാനവാസ് MPയുടെ മകൾ അമീന വയനാട് സീറ്റിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം പരന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പരസ്യ പ്രതിഷേധവുമായി തന്നെ രംഗത്ത് വന്നിരുന്നു. വയനാട് സീറ്റിൽ നേരത്തെ തന്നെ നോട്ടമിട്ടിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ T സിദ്ദിഖിന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയമസഭാ മണ്ഡലം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്നതും വയനാടിനോട് അടുപ്പമുണ്ടെന്ന് അവകാശപ്പെടാനുള്ളത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിലാണ് VV പ്രകാശ് ഉൾപ്പെടുന്നത്. ഈ അനുകൂല ഘടകമാണ് VV പ്രകാശിനുള്ളത്. ഷാനിമോൾ ഉസ്മാന് താല്പര്യമുണ്ടെങ്കിലും സാമുദായിക സംഘടനകളുടെ എതിർപ്പ് തലവേദനയാണ്. സ്ത്രീകൾ മത്സരിക്കുന്നതിനോട് ചില മുസ്ലിം സാമുദായിക സംഘടനകൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. MI ഷാനവാസിനെ തുടർച്ചയായി 2 തവണ ജയിപ്പിച്ചതും അതിലൊരു തവണ റെക്കോർഡ് ഭൂരിപക്ഷം നേടിക്കൊടുത്തതും കേരള രാഷ്ട്രീയത്തെ അമ്പരിപ്പിച്ച വയനാട് മണ്ഡലം UDF നേതാക്കളുടെയെല്ലാം മോഹമാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം KC വേണുഗോപാൽ, K മുരളീധരൻ MLA എന്നിവർ ആദ്യം വയനാട് സീറ്റിൽ നോട്ടമിട്ടിരുന്നുവെങ്കിലും ആ ശ്രമം ഉപേക്ഷിച്ചതായാണ് സൂചനകൾ. അനൂപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ കാരുണ്യം റിലീഫ് കമ്മിറ്റിയുടെ 8ാമത് വിവാഹ സംഗമം മില്ലുമുക്കിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നടന്നു. ഇത്തവണ 9 പേർക്കാണ് കമ്മിറ്റി വിവാഹമൊരുക്കിയത്. ഇതുവരെ കാരുണ്യം റിലീഫ് കമ്മിറ്റിക്ക് 196 വിവാഹങ്ങൾ നടത്തി. മില്ലുമുക്കിൽ പ്രത്യേകം സജ്ജമാക്കിയ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നഗറിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. മുഞ്ഞമ്മദ് നെല്ലോളി അധ്യക്ഷനായിരുന്നു. മലബാർ ബ്രഹ്മഗിരി ഫാക്ടറിയുടെ നവീകരിച്ച ഡ്രൈ റെൻഡറിംഗ് നാളെ രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016-17 വാർഷിക ബജറ്റിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ 2.18 കോടി രൂപ ചെലവഴിച്ചാണ് ഡ്രൈ റെൻഡറിംഗ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 10 കോടി രൂപ അവർ ബ്രഹ്മഗിരിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 5 കോടി രൂപയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആ 5 കോടി രൂപയിൽ 1.5 കോടി രൂപ ബജറ്റിൽ നിന്നും ഉൾപ്പെടെ ബാക്കി ബ്രഹ്മഗിരിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുകയും ഉപയോഗപ്പെടുത്തി 2.18 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരിച്ച മലബാർ മീറ്റിൻ്റെ ഡ്രൈ റെൻഡറിംഗ് പ്ലാന്റിൻ്റെ കമ്മീഷനിങ്. ആ കമ്മീഷനിങ് ആണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് നാളെ രാവിലെ 9:30 നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA IC ബാലകൃഷ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോകേണ്ടി വന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്നത് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൽപ്പറ്റ MLA ശ്രീ CK ശശീന്ദ്രൻ ആണ് രാവിലെ ആ കമ്മീഷൻ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. വീണ്ടും പ്രധാന വാർത്തകൾ.
അവിശ്വാസത്തെ അതിജീവിച്ച് ബത്തേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. നഗരസഭാ ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തിയത് CPM RSS കേരള കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് UDF ആരോപണം പരാജയപ്പെട്ടതിന്റെ ജാല്യം മറയ്ക്കാനെന്ന് നഗരസഭാ ഭരണസമിതി. തെരഞ്ഞെടുപ്പിന് മുമ്പ് നഗരസഭയ്ക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ. കത്തി അമർന്ന് കാനനങ്ങൾ. വയനാട് വന്യജീവി സങ്കേതത്തിലെ തീ അണയുന്നില്ല. ഹെക്ടർ കണക്കിന് വനഭൂമി കത്തി നശിച്ചു. തിരുനെല്ലി ആലത്തൂർ എസ്റ്റേറ്റിൽ മരം മുറിക്കാനുള്ള അനുമതി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ തള്ളി. നിയമവിരുദ്ധമായി സമർപ്പിച്ച അപേക്ഷയിൽ എസ്റ്റേറ്റ് മാനേജർക്കെതിരെ നിയമ നടപടിക്ക് റിപ്പോർട്ട്. ധീരജവാൻ വസന്തകുമാറിന് 25 ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ ആത്മഹത്യ. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ആവശ്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യ വിവരം. 4 സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഊട്ടിയിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.